പൂച്ച പെച്ചുകിടക്കാൻ പോലും നാണിക്കുന്ന ഖജനാവ് തുന്നിക്കെട്ടി ബജറ്റ് അവതരിപ്പിച്ച KN ബാലഗോപാൽ വെള്ളം കുടിക്കുന്നു. അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ബജറ്റിൽ വാരിക്കോരിയായിരുന്നു പ്രഖ്യാപനങ്ങൾ. ഇടയ്ക്കിടെ ബാലഗോപാൽ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു നിയമസഭയിൽ. ഇത് AKG സെന്റർ തയ്യാറാക്കിയ ബജറ്റാണെന്ന് ആക്ഷേപം വരുന്നു. മൂന്നാം തവണയും ഇടത് അധികാരത്തിൽ വന്നാൽ ധനമന്ത്രിയാകുന്നവന്റെ പരിപ്പിളകും. പ്രഖ്യാപനങ്ങൾ നടപ്പാക്കണമല്ലോ. വാഗ്ദാനം മാത്രം കൊടുത്താൽ ജനം മടല് വെട്ടി അടിക്കും. പെട്ടാഭാഗ്യത്തിന് അധികാരം UDF-ന് കിട്ടിയാൽ അവർ ചക്രശ്വാസം വലിക്കും. നെടുകെ കീറിയ ഖജനാവും കൊണ്ട് വലതന്മാർ എന്ത് കാണിക്കാനാണ്? ഇതൊന്നും കൊടുക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ UDF-നെ ജനം തോട്ടിലെറിയും. എന്തായാലും ബജറ്റ് അവതരിപ്പിച്ച KN ബാലഗോപാൽ വലിയൊരു പണിയാണ് ഇടതിനും വലതിനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ മൂന്നാം തവണ അധികാരം കിട്ടണമെങ്കിൽ ഇമ്മാതിരി കൈവിട്ട കളി കളിക്കുകയും വേണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് AKG സെന്റർ തയ്യാറാക്കിയ ബജറ്റ് KN ബാലഗോപാൽ നിന്നങ്ങ് വായിച്ചത്. ബാലഗോപാൽ ഈ കൈവിട്ട കളി കളിച്ചത് നിയമസഭയിൽ നെടുവീർപ്പോടെയായിരുന്നു പിണറായി കേട്ടിരുന്നത്. ഇതെന്റെ ഐഡിയ ആയി പോയി എന്ന് മുഖ്യൻ ആശ്വസിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. വീണ്ടും അധികാരം കിട്ടാനുള്ള എല്ലാ ഗിമ്മിക്കും ബാലഗോപാൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. മുൻപും നമ്മൾ കണ്ടതാണ്. ബജറ്റ് അവതരണത്തിൽ സാധാരണക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ബജറ്റ് അവതരണങ്ങളിൽ സർക്കാർ കാണിക്കാറുള്ളത്. ഇടത് സർക്കാർ ഒപ്പമുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്കും മിഡിൽ ക്ലാസിനും ഒപ്പമാണ് ഈ സർക്കാർ എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ കളികളും എല്ലാ ബജറ്റിലും ഇടത് സർക്കാർ കാണിക്കാറുണ്ട്. ഇത് AKG സെന്ററിന്റെ ബജറ്റാണെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. അതായത് മുൻപത്തെ ബജറ്റ് അവതരണത്തിൽ KN ബാലഗോപാലും CPM-ഉം തമ്മിൽ കട്ടയ്ക്ക് ഉടക്കായിരുന്നല്ലോ. അതായത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലായിരുന്നു ഈ ഉടക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു മുൻപത്തെയും ബജറ്റ് അവതരണം. അതിൽ ബാലഗോപാലിനോട് AKG സെന്ററിൽ നിന്ന് പോയ നിർദ്ദേശം ക്ഷേമ പെൻഷൻ ഉയർത്തണം എന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് തുകയില്ല എന്ന് ബാലഗോപാൽ മറുപടി കൊടുത്തതും CPM അങ്ങ് ഇളകുകയായിരുന്നു. എന്ത് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ആ പ്രഖ്യാപനം നടന്നിരിക്കണം എന്നുള്ളതായിരുന്നു AKG സെന്ററിൽ നിന്നുള്ള കട്ടായം ഉത്തരവ്. തുടർന്നാണ് ബാലഗോപാൽ അതിന് കഴിയില്ല, തുക വകയിരുത്താൻ പറ്റുന്നില്ല എന്ന് മറുപടി കൊടുത്തിട്ടും ബാലഗോപാൽ അവസാനം ഒരു കളി കളിച്ചിരുന്നു. അതായത് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ ഉയർത്തും എന്നുള്ളത്. അത് 2600 എത്തിക്കും എന്നുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 1600 ആയിരുന്നു ആ സമയത്തെ ക്ഷേമ പെൻഷൻ. പിന്നീടാണ് കഴിഞ്ഞ ബജറ്റിൽ അത് 2000 എത്തിച്ചത്. 2600 എന്നുള്ളത് CPM ആവശ്യപ്പെട്ടത് 400 രൂപ കൂട്ടി 1600 നിന്ന് 2000 ഒന്ന് എത്തിക്കുകയായിരുന്നു, കൂട്ടിമുട്ടിക്കുകയായിരുന്നു ബാലഗോപാൽ. അതായത് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പച്ചക്കങ്ങ് പറയുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കിറ്റ് കൊടുക്കുന്ന പരിപാടിയും. കിറ്റ് കൊടുത്തും ക്ഷേമ പെൻഷൻ കൊടുത്തുമൊക്കെയാണ് ജനങ്ങളെ CPM വലയിലാക്കുന്നതെന്നും വോട്ട് കുത്തിക്കുന്നത് എന്നുള്ള ചില പരിഹാസങ്ങൾ മുൻപ് തന്നെ ഉള്ളതാണ്. ഇപ്പോഴത്തെ ബജറ്റിലും അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. മിഡിൽ ക്ലാസിനെയും സാധാരണക്കാരെയും ഒപ്പം നിർത്താനുള്ള ബജറ്റാണ് ഇത്. വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉള്ളത്. അത് നടപ്പാകുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം അടുത്ത തവണ അധികാരം കിട്ടിയാൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ധനമന്ത്രിയാകുന്നവന്റെ തല പിളരുന്ന അടിയാണ് കിട്ടുന്നത്. UDF-നാണ് കിട്ടുന്നതെങ്കിൽ അവർ ധനകാര്യം ഇട്ടിട്ട് ഓടും. അതാണ് അവസ്ഥ. കേന്ദ്രത്തിന്റെ നോട്ട് ചോരിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയും സാധാരണക്കാരന്റെ പോക്കറ്റിലേക്ക് പണം എത്തിക്കുന്ന ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വാരി വിതറിയാണ് ബജറ്റ് തയ്യാറാക്കിയത്. എന്നാൽ പ്രഖ്യാപനങ്ങളിൽ ഭൂരിഭാഗവും നടപ്പിലാക്കേണ്ട ഭാരം അടുത്ത സർക്കാരിന്റെ ചുമലിലേക്ക് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് ഈ ബജറ്റ്. പ്രഖ്യാപന പെരുമഴയാണുള്ളത്, നിസ്സാരമൊന്നുമല്ല. ആ ബജറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അത് വോട്ട് ബാങ്ക് സേഫ് ആക്കുക എന്നുള്ളതാണ്. ആശാ വർക്കർമാരുമായിട്ട് വലിയ യുദ്ധമായിരുന്നല്ലോ സംസ്ഥാന സർക്കാർ നടത്തിയത്. സെക്രട്ടേറിയറ്റിൽ നമ്മൾ കണ്ടതാണ് വലിയ സമരവേലിയേറ്റങ്ങൾ. അതുകൊണ്ട് ആശാ വർക്കർമാരെ കയ്യിലെടുക്കാൻ അവർക്കും പണം അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ അങ്കണവാടി ജീവനക്കാരും സർക്കാരിനോട് വലിയ സമരത്തിലായിരുന്നു. അവർക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. ഇരു ജീവനക്കാർക്കും 1000 രൂപ വീതം ഓണറേറിയം വർദ്ധിപ്പിച്ചതും ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും വോട്ട് ലക്ഷ്യമിട്ടുള്ള കൃത്യമായ നീക്കങ്ങളാണ്. അതായത് വോട്ടവകാശമുള്ള ചെറുപ്പക്കാരെ
വോട്ട് കുത്തിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഈ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ഇടയിലെ അമർഷം തണുപ്പിക്കാനാണ് DA കുടിശ്ശിക പ്രഖ്യാപിക്കുകയും 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തത്. എന്നാൽ ശമ്പള പരിഷ്കരണം കേരളത്തിന്റെ നടുവൊടിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിനെ എങ്ങനെ സർക്കാരിന് മറികടക്കാനാകുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. മലയാളി വീണ്ടും മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി തന്നെ വരും. ക്ഷേമ പെൻഷനുകൾക്കായി 14,500 കോടി മാറ്റിവെച്ചതിലൂടെ താഴെത്തട്ടിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങളെ കൂടെ നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതായത് ഈ സർക്കാർ പാവങ്ങൾക്കൊപ്പമാണ് എന്നുള്ള പ്രഖ്യാപനം. ബാധ്യത അടുത്ത സർക്കാരിനാണെങ്കിൽ, അഥവാ ഇടതുപക്ഷം തന്നെയാണ് വരുന്നതെങ്കിൽ പിണറായി തന്നെ മുഖ്യമന്ത്രി ആകണം എന്നൊന്നുമില്ല. പിണറായി ക്യാപ്റ്റനായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ് വിവരങ്ങൾ. പക്ഷേ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം പോലും വന്നിട്ടില്ല. അവിടെയാണ് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അതിലെ മന്ത്രിസഭയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും നിന്ന്. നിലവിൽ എന്തായാലും തലവേദനയൊന്നുമില്ല. ബജറ്റിലെ പല വമ്പൻ പദ്ധതികളും ഭാവി മുന്നിൽ കണ്ടിട്ടുള്ളതാണ്. RRTS അതിവേഗ പാതയ്ക്ക് പ്രാരംഭ തുകയായി 100 കോടി മാത്രമാണ് നീക്കിവെച്ചിട്ടുള്ളതെങ്കിലും ഇതിന്റെ ഭീമമായ നിർമ്മാണ ചെലവ് വരാനിരിക്കുന്ന സർക്കാരുകൾ കണ്ടെത്തേണ്ടി വരും. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും എന്നതിനാൽ അതിന്റെ സാമ്പത്തിക ഭാരം ഈ സർക്കാരിനെ ബാധിക്കില്ല. ചുരുക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെ വോട്ടുറപ്പിക്കുക എന്ന ദൗത്യം ഈ സർക്കാർ പൂർത്തിയാക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക ബാധ്യതകൾ വരും വർഷങ്ങളിലെ സർക്കാരിന് വലിയ തലവേദനയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വികസനത്തിന്റെ മാന്ത്രിക വടി. വിഴിഞ്ഞം തുറമുഖത്തിന് 1000 കോടി, MC റോഡ് വികസനത്തിന് 5217 കോടിയും വകയിരുത്തിയത് വികസന നായകൻ എന്ന പിണറായി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ്. അതായത് PR-ന് വേണ്ടിയുള്ള കളി. കേന്ദ്രം ശ്വാസം മുട്ടിക്കുമ്പോഴും സംസ്ഥാനം സ്വന്തം നിലയിൽ വിഭവങ്ങൾ കണ്ടെത്തുന്നു എന്ന മന്ത്രിയുടെ അവകാശവാദം വരാനിരിക്കുന്ന പ്രചാരണ വേളകളിൽ ഇടതുമുന്നണിയുടെ പ്രധാന ആയുധമാകും. 10 വർഷം മുൻപത്തെ കേരളമല്ല ഇപ്പോഴത്തേത് എന്ന് ആവർത്തിച്ച ധനമന്ത്രി കടം കയറി മുടിഞ്ഞെന്ന പ്രതിപക്ഷ ആരോപണത്തെ രാഷ്ട്രീയമായി തള്ളിക്കളഞ്ഞു. എന്നാൽ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുന്ന ബജറ്റ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേകുമെന്ന് നിശ്ചയമാണ്. പിണറായി സർക്കാരിന്റെ ജനകീയ ബജറ്റിനെ തോട്ടിലേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. VDയും കൂട്ടരും പറയുന്നത് അടുത്തത് അധികാരത്തിൽ വരാൻ പോകുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ ഇത് എവിടെ നിന്നെടുത്ത് കൊടുക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് CPM ഈ പറയുന്ന UDF-ന് 8ന്റെ പണി വെച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് തലയിൽ കൈവച്ചുകൊണ്ടാണ് UDF ഈ ബജറ്റിനെ കണ്ടിരിക്കുന്നത്. അവർക്കറിയാം അവരെ കൊണ്ട് ഇതൊന്നും 7 അയലത്ത് എത്തിക്കാൻ പറ്റില്ല എന്ന്. ഇത് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പൊതുമധ്യത്തിൽ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ UDF-നെ വലിച്ചു തോട്ടിലെറിയും. ജനങ്ങളെ സേവിക്കാൻ നിനക്കൊന്നും വയ്യ എങ്കിൽ പിന്നെ എന്തിനാണ് അധികാരത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് എന്ന ചോദ്യം ഉയരും. ഈ ബജറ്റിനെ ഏത് രീതിയിൽ ചെറുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ UDF-നെ വലയ്ക്കുന്നത്.